നമസ്കാരം. എല്ലാ വിദ്യാർത്ഥികൾക്കും വിദ്യാസാഗറിന്റെ അടിസ്ഥാന ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ പ്രകാശ വിസ്മയങ്ങൾ അഥവാ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ് എന്ന ചാപ്റ്ററാണ്. അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ പഠിച്ച എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ് പ്രതിപതനം എന്ന പ്രത്യേകത, പ്രകാശത്തിന്റെ പ്രത്യേകതയായ പ്രതിപതനം അഥവാ റിഫ്ലക്ഷന്റെ പ്രത്യേകതയെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വസ്തുതകളും അതുമായി ബന്ധപ്പെട്ട് ദർപ്പണങ്ങളെ പറ്റിയും ദർപ്പണങ്ങളിലെ പ്രതിബിംബ രൂപീകരണത്തെ പറ്റിയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇനി രണ്ടാമത് നമ്മൾ പഠിക്കേണ്ടത് പ്രകാശത്തിന്റെ മറ്റൊരു പ്രത്യേകതയെ പറ്റി, അതുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പരീക്ഷണം നോക്കാം. പരീക്ഷണം ഇതാണ്. ഒരു സ്പടിക ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക? വെള്ളം എടുക്കുക. ഒരു നിശ്ചിത അളവില് വെള്ളം എടുക്കുക. ഇനി വെള്ളം എടുത്തതിന് ശേഷം ഒരു പെൻസിലോ പേനയോ എന്ത് ചെയ്യുക? ഇതിനകത്തേക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഇറക്കി വെക്കുക. പെൻസിലോ പേന എന്ത് ചെയ്യുക? ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. അങ്ങനെ ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വശത്ത് നമ്മൾ നോക്കുകയാണ്. ഒരു വശത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പെൻസിലിനെയും പേനയെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും, നമുക്ക് ഈ പെൻസില് ഒടിഞ്ഞതായി തോന്നുന്നു. എന്ത് ചെയ്യാൻ തോന്നുന്നു? നമുക്ക് പെൻസിലിന്റെ ഒടിഞ്ഞതായിട്ട് നമുക്ക് തോന്നുന്നു. എന്ത് ചെയ്യുന്നു? ആ ഒരു നേരെ നിവർന്നല്ല പെൻസിൽ ഇരിക്കുന്നത്. ഇങ്ങനെയാണെന്ന് പെൻസിൽ ഇരിക്കേണ്ടത്. പക്ഷെ നമുക്ക് തോന്നുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒടിഞ്ഞാണ് പെൻസിൽ ഇരിക്കുന്നത് പോലെ, ഇവിടെ ചെറിയ വളഞ്ഞ് പെൻസിൽ ഒടിഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. അപ്പോൾ എന്താണ് പ്രകാശത്തിന്റെ ഏത് പ്രത്യേകത മൂലമാണ് ഇത്തരത്തില് നമുക്ക് യഥാർത്ഥ സ്ഥാനം മനസ്സിലാകാത്തത്? എന്തുകൊണ്ട് നമുക്ക് ഇവിടെ പെൻസിലിന്റെ യഥാർത്ഥ സ്ഥാനം വ്യക്തമാകുന്നില്ല? അതിനു മുമ്പായിട്ട് നമുക്ക് മുമ്പ് പറഞ്ഞ കാര്യമാണ്. എങ്ങനെയാണ് നമ്മൾ വസ്തുക്കളെ കാണുന്നത്? ഏകദേശം ഇവിടെ ഒരു വസ്തു എന്നാണ്, ഇവിടെ ഒരു എന്തെങ്കിലും ഒരു വസ്തു ഉണ്ട്. ഈ വസ്തു നമ്മൾ എങ്ങനെ കാണുന്നു? എന്താണ്? പ്രകാശ സ്രോതസ്സിനുള്ള വെളിച്ചം അല്ലെങ്കിൽ പ്രകാശം വസ്തുവിൽ വന്ന് പതിക്കുന്നു. ആ പ്രകാശം തിരിച്ച് ഏത് ആളാണോ ആ വസ്തുവിനെ കാണുന്നത് അയാളുടെ കണ്ണിലെത്തുമ്പോൾ നമ്മൾ ആ വസ്തുവിനെ കാണുന്നു, അല്ലെങ്കിൽ എന്താണ് ആ വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിസിബിൾ ആകുന്നു എന്ന് നമുക്ക് പറയാം. അതുപോലെ നമുക്ക് ഇവിടെയും നോക്കാം. പ്രകാശത്തെ കാണുന്നത് എങ്ങനെയാണ്? പ്രകാശ സ്രോതസ് ഉണ്ടെന്ന് വിചാരിക്കുക. സൂര്യപ്രകാശമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആകാം, വല്ല ലാമ്പോ അല്ലെങ്കിൽ ബൾബോ ഒക്കെ ആകാം. നമുക്കത് ഇവിടുത്തെ കേസിൽ എങ്ങനെ വസ്തുവിനെ കാണുമെന്ന് നോക്കാം. അപ്പൊ നോക്കണം, പ്രകാശ സ്രോതസ് ഉണ്ട്. ആ പ്രകാശ സ്രോതസ് ഉണ്ടെങ്കിൽ സൂര്യനാകാം, അല്ലെങ്കിൽ മറ്റു ബൾബോ അങ്ങനെ എന്ത് വസ്തുക്കളോ ആവാം. ആ പ്രകാശ സ്രോതസ്സിൽ നിന്ന് വെളിച്ചം വരുന്നു. ഈ വെളിച്ചം എന്ത് ചെയ്യുന്നു? നോക്കുക, ഗ്ലാസ് ഇവിടെ എന്താണ്? വായുവാണല്ലേ? ഇത്ര ഭാഗത്ത് വായുവാണ്. വായുവിലൂടെ കടന്നു വരികയാണ് പ്രകാശം. കടന്നു വന്ന് നേരെ എവിടെ കടക്കുന്നു? ജലമല്ലേ നിറച്ചിരിക്കുന്നു, ജലത്തിലേക്ക് കടക്കുന്നു. ജലത്തിലേക്ക് കടന്നു. ഇനി കടന്നു ചെയ്യുന്നു, അത് പ്രതിപതനത്തിന് വിധേയമാകുന്നു. എന്താണ്? പെൻസിൽ അധാര്യ വസ്തുവാണ്. അധാര്യ വസ്തുക്കൾ എന്താണ്? പ്രതിപതനത്തിന് വിധേയമാകുന്നു. അങ്ങനെ പ്രകാശം എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ പ്രകാശം കടന്നു പോവുകയാണ്. പ്രകാശം കടന്നു പോകുന്നു അല്ലേ? അപ്പൊ ഇവിടെ നോക്കുന്ന ആൾക്ക് വസ്തുവിനെ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കണം, നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ നോക്കണം. ഈ ഒരു കണ്ടീഷനില് പ്രകാശം വന്നു, വസ്തുവിൽ കൊണ്ടു, തിരിച്ചയാളുടെ കണ്ണിലെത്തി. ഇവിടെ പ്രകാശം സഞ്ചരിച്ചത് വായുവിടെ മാത്രമാണ്. പക്ഷെ ഇവിടുത്തെ കണ്ടീഷൻ നോക്കണം. ആദ്യം പ്രകാശ സ്രോതസ്സിലുള്ള വെളിച്ചം നേരെ വായുവിടെ കടന്നു വരുന്നു. കടന്നു വന്ന് ഒരു പ്രത്യേക പോയിന്റിന് ശേഷം എന്ത് ചെയ്യുന്നു? അടുത്തൊരു മാധ്യമം അല്ലെങ്കിൽ പ്രകാശം കടന്നു പോകുന്ന അടുത്തൊരു വസ്തുവാണ് ജലത്തിലേക്ക് കടക്കുന്നു. പ്രകാശം പിന്നീട് ജലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കടന്നുപോയി വസ്തുവിൽ തട്ടുന്നു, തിരിച്ചെന്ത് ചെയ്യുന്നു? പിന്നെയും ജലത്തിലൂടെ സഞ്ചരിച്ച് പിന്നീട് വായുവിൽ കടക്കുന്നു അല്ലേ? അപ്പോൾ ഇവിടെ പ്രകാശം 2 മാധ്യമത്തിലൂടെ സഞ്ചരിച്ചു അല്ലേ? പ്രകാശം എത്ര മാധ്യമം സഞ്ചരിച്ചു? 2 മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ മീഡിയത്തിലൂടെ സഞ്ചരിച്ചു, ട്രാവൽ ചെയ്തു. ഇത്തരത്തില് പ്രകാശം 2 മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ എന്താണ്? പ്രകാശം 2 മാധ്യമങ്ങൾക്കുള്ളിൽ സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ കൃത്യമായ പാത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്താണ്? പ്രകാശം 2 വ്യത്യസ്ത മാധ്യമങ്ങളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ പ്രകാശത്തിന്റെ കൃത്യമായ പാത നമുക്ക് വ്യക്തമാകുന്നില്ല. ഈ ഒരു പ്രത്യേകതയെ പറയുന്ന പേരാണ് അപവർത്തനം. എന്താണ്? അപവർത്തനം. ഇംഗ്ലീഷിൽ റിഫ്രാക്ഷൻ എന്ന് പറയും. എന്താണ്? റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാല് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്നു. എന്താണ്? പ്രകാശം ഇവിടെ വായുവിൽ നിന്നും ജലത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും, എക്സാമ്പിൾ എന്ന് വരച്ച് കാണിക്കാം. ഇത്
ഒന്നാമത്തെ മാധ്യമം, ഇത് രണ്ടാമത്തെ മാധ്യമം. ഓക്കെ, അപ്പോൾ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുന്നു. ഇവിടെ ഒന്നാമത്തെ മാധ്യമത്തിൽ കടന്നു വന്നു, മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു പ്രകാശം പോകേണ്ടതല്ലേ? പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഒന്നാമത്തെ മാധ്യമത്തിൽ നിന്നും രണ്ടാമത്തിലേക്ക് കടന്നപ്പോ എന്ത് ചെയ്തു? അതിന്റെ പാതയ്ക്ക് മാറ്റം സംഭവിച്ചു. അപ്പോൾ ഇത്തരത്തില് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനം, ആ ഒരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ് അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ. അപ്പോൾ ഈ അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ എന്ന പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് ഇവിടെ നമുക്ക് പെൻസിൽ ഒടിഞ്ഞതായി തോന്നുന്നത്. മനസ്സിലായി? എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടന്നപ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിച്ചു. ആ പാതയ്ക്കുണ്ടായ വ്യതിയാനത്തിന്റെ ഫലമായിട്ട് എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് വസ്തുവിന്റെ സ്ഥാനത്തിനും അത്തരത്തിൽ വ്യതിയാനം ഉണ്ടായി. അതുകൊണ്ടാണ് നമുക്ക് പെൻസിൽ ഒടിഞ്ഞതായി തോന്നുന്നത്. അപ്പോൾ എന്താണ് അപവർത്തനം എന്ന് വെച്ചാല് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഇതുപോലെ തിരിച്ചു നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു വസ്തുവിൽ പ്രകാശം പതിക്കുന്നു, തിരിച്ച പ്രകാശം കടന്നു പോവുകയാണ്. കടന്നുപോയി അപ്പോൾ എന്താണ്? ഇത്തരത്തിലാണ് പ്രകാശം പോകേണ്ടത്. ഓക്കെ, പക്ഷെ എന്ത് ചെയ്യുന്നു? ഇത് മാധ്യമത്തിൽ നിന്നും അടുത്ത മാധ്യമത്തിൽ കടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ പാതയ്ക്ക് വീണ്ടും വ്യത്യാസം സംഭവിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ പറയുന്ന പേരാണ് റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം. അപ്പോൾ ഈ അപവർത്തനം എന്ന പ്രക്രിയ നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ എന്താണ്? നമ്മൾ പുഴകളിലും അല്ലെങ്കിൽ തോടുകളിലൊക്കെ എന്താണ് മത്സ്യങ്ങളെ കാണാറുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് മത്സ്യത്തിന്റെ യഥാർത്ഥ സ്ഥാനമായിരിക്കില്ല. മത്സ്യത്തിന്റെ കുറച്ച് മാറിയുള്ള സ്ഥാനമായിരിക്കും നമ്മൾ കാണുന്നത്. കാരണം ഒരിക്കലും നമുക്ക് ഇത്തരത്തിൽ ജലത്തിലൂടെ നോക്കുമ്പോൾ നമുക്ക് മത്സ്യത്തിന്റെ യഥാർത്ഥ സ്ഥാനം കാണാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്? അവിടെ രണ്ട് മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്താണ്? പ്രകാശത്തിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഈ വ്യതിയാനം സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ സ്ഥാനമായിരിക്കും നമ്മൾ കാണുന്നത്. കുറച്ചൊന്ന് മാറിയ സ്ഥാനത്തായിരിക്കും നമ്മൾ എന്താണ് മത്സ്യത്തെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു ബൗളിൽ ടെക്സ്റ്റിൽ വേറെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളില് ഒരു നാണയം വെക്കുന്നു. ആ നാണയം വെച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനകത്തേക്ക് വെള്ളം നിറയ്ക്കുമ്പോൾ ഈ നാണയത്തിന്റെ സ്ഥാനം മാറുന്നതെന്ന് തോന്നും. ആക്ച്വലി എന്ത് ചെയ്യുന്നില്ല, അവിടെ സ്ഥാനത്തിന് മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷെ അവിടെ ജലം നിറയ്ക്കുമ്പോൾ അവിടെ രണ്ട് മാധ്യമങ്ങളായി മാറുന്നു. ആ രണ്ട് മാധ്യമങ്ങളുടെയും പ്രകാശം സഞ്ചരിക്കുന്നതിന്റെ ഫലമായിട്ട് ആ സ്ഥാനം, ആ നാണയത്തിന്റെ സ്ഥാനം മാറുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുകയാണ്. അവിടെ യഥാർത്ഥത്തിൽ ആ ഒരു നാണയത്തിന്റെ സ്ഥാനത്തിന് അവിടെ ചലനമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന്റെ അപവർത്തന പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ അവിടെ സ്ഥാനമാറ്റം ഉള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ നമ്മള് പ്രകാശത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയായ അപവർത്തനം അഥവാ റിഫ്രാക്ഷനെ പറ്റി പഠിച്ചു. നമ്മൾ ആദ്യം പ്രകാശത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ പഠിച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രകാശത്തെ ഏറ്റവും നന്നായി റിഫ്ലക്ട് ചെയ്യിപ്പിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ ആ പ്രതിപതനത്തിന് പ്രകാശത്തെ ഏറ്റവും നന്നായിട്ട് പ്രതിപതിപ്പിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ദർപ്പണങ്ങൾ അഥവാ മിറർ എന്ന് പറഞ്ഞു. അല്ലെ, ദർപ്പണങ്ങളെ രണ്ടായി തരംതിരിക്കാമെന്നും എന്താണ് സമതല ദർപ്പണം അഥവാ പ്ലെയിൻ മിറർ എന്നും ഗോളീ ദർപ്പണം അഥവാ സ്പെറിക്കൽ മിറർ എന്ന് രണ്ടായി തരംതിരിക്കാമെന്നൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പ്രകാശത്തെ ഏറ്റവും നന്നായി അപവർത്തനം അല്ലെങ്കിൽ പ്രകാശത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ലെൻസുകൾ. എന്താണ്? പ്രകാശത്തെ നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളാണ് ലെൻസുകൾ. നിങ്ങൾ ലെൻസുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ്? ഒരു സുതാര്യ വസ്തുവാണ് പ്രകാശത്തെ കടത്തിവിടുന്നത്. അപ്പോൾ ലെൻസുകൾ എത്ര തരത്തിലുണ്ട് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ദർപ്പണങ്ങൾ പഠിച്ചപ്പോൾ ഗോളീ ദർപ്പണങ്ങളെ പറ്റി നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു ദർപ്പണങ്ങൾ രണ്ട് തരത്തിലുണ്ട്, കോൺവെക്സ് ദർപ്പണവും കോൺകേവ് ദർപ്പണവും. അതുപോലെ തന്നെ ലെൻസുകളും രണ്ട് തരത്തിലുണ്ട്, കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും. ഇവയുടെ ചിത്രം ഉൾപ്പെടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് തിരിഞ്ഞു പോകരുത്, ദർപ്പണവും ലെൻസും പരസ്പരം തിരിഞ്ഞു പോകരുത്. ദർപ്പണം എന്ന് വെച്ചാല് പ്രകാശത്തെ എന്താണ് പ്രതിപതിപ്പിക്കുന്നു, തട്ടി തിരിച്ചു വരുന്നു പ്രകാശം. ലെൻസുകൾ പ്രകാശത്തെ കടത്തിവിടുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ലെൻസുകളെ പറ്റി പഠിക്കാം. അപ്പൊ ലെൻസുകൾ രണ്ടു തരത്തിലുണ്ട്. ഏതെല്ലാമാണ്? കോൺവെക്സ് ലെൻസ്, എന്താണ് കോൺവെക്സ് ലെൻസ് എന്നും
കേവ് ലെൻസ്, കേവ് ലെൻസ് എന്ന് നമുക്ക് ലെൻസുകളെ രണ്ടായി തരംതിരിക്കാം. അപ്പോൾ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ ചിത്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ നോക്കണം, കോൺവെക്സിന്റെ ചിത്രം ഇതാണ്. ഒരു കോൺവെക്സ് ലെൻസിന്റെ ചിത്രം. കോൺവെക്സ് ലെൻസ് നമുക്ക് ഈ രീതിയിൽ ചിത്രീകരിക്കാം. എങ്ങനെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? വക്കുകൾ അഥവാ എഡ്ജ്, അല്ലെ, വക്കുകൾ അഥവാ എഡ്ജ് എന്ത് ചെയ്യുന്നു? കനം കുറഞ്ഞിരിക്കുന്നു. അതാണ് വക്കുകൾ അഥവാ എഡ്ജ് എന്ത് ചെയ്യുന്നു? ഇപ്പൊ 1, 2 രണ്ട് വക്കുകൾ നോക്കണം. അപ്പൊ എന്താണ്? 2 വക്കുകൾ എങ്ങനെയാണ്? കനം കുറവാണ്. എന്നാൽ മധ്യഭാഗം എങ്ങനെയാണ്? നല്ല തിക്കാണ്, അല്ലെങ്കിൽ കനം കൂടുതലാണ്. ഇത്തരത്തിലുള്ള ലെൻസുകളെ പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. എന്താണ്? വക്കുകൾ കനം കുറഞ്ഞതും മധ്യഭാഗത്ത് കനം കൂടിയതുമായ ലെൻസുകളെ പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസ്. ഓക്കെ, എന്താണ്? വക്കുകൾ കനം കുറഞ്ഞതും മധ്യഭാഗം കനം കൂടിയതുമായ ലെൻസുകളെ പറയുന്ന പേരാണ് കോൺവെക്സ് ലെൻസുകൾ. രണ്ടാമത്തേത് എന്താണ്? കോൺകേവ് ലെൻസ്. എന്താണ് കോൺകേവ് ലെൻസ്? കോൺകേവ് ലെൻസുകൾ നമുക്ക് എങ്ങനെ വരയ്ക്കാമെന്ന് വെച്ചാല് ഇതാണ് കോൺകേവ് ലെൻസുകൾ. എന്താണ്? ഇതാണ് കോൺകേവ് ലെൻസുകൾ. അപ്പോൾ എന്ത് പറയാം നമുക്ക്? നോക്കണം, വക്കുകൾ എങ്ങനെയാണ്? വക്കുകൾക്ക് പൊതുവെ കനം കൂടുതലാണ്. വക്കുകൾക്ക് കനം കൂടുതലാണ്. മധ്യഭാഗത്തിന് കനം കുറവാണ്. മധ്യഭാഗത്തിന് എന്താണ്? കനം കുറവാണ്. അപ്പോൾ വക്കുകൾ 1, 2 നടലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വക്കുകൾക്ക് കനം കൂടുതലും മധ്യഭാഗത്തിന് കനം കുറവുമായ ലെൻസുകളെ പറയുന്ന പേരാണ് കോൺകേവ് ലെൻസുകൾ. അപ്പോൾ നമുക്ക് ലെൻസുകളെ രണ്ടായി തിരിക്കാം. ഏതെല്ലാമാണ്? കോൺവെക്സും കോൺകേവും. കോൺകേവിന്റെ ചിത്രമുണ്ട്. വക്കുകൾക്ക് പൊതുവെ കനം കുറവാണ്, മധ്യഭാഗത്തിന് കനം കൂടുതലാണ്. കോൺകേവിന്റെ കേസിൽ എങ്ങനെയാണ്? ചിത്രം നോക്കുക. വക്കുകൾക്ക് കനം കൂടുതലാണ്, മധ്യഭാഗത്തിന് കനം കുറവാണ്. അപ്പോൾ വേറൊരു കാര്യം, ഒരിക്കലും കോൺവെക്സ് കോൺകേവ് എന്ന് കേൾക്കുമ്പോൾ ദർപ്പണവും ലെൻസുമായി തിരിഞ്ഞു പോകരുത്. ഇതുപോലെ തന്നെ കോൺവെക്സ് ദർപ്പണമുണ്ട്, കോൺവെക്സ് മിറർ ഉണ്ട്. എങ്ങനെയാണ് മിറർ? കോൺവെക്സ് മിറർ ഇതാണ് കോൺവെക്സ് മിറർ. ഓക്കെ, കോൺവെക്സ് മിറർ ഇതാണ്, തിരിഞ്ഞു പോകരുത്. ഇനി കോൺകേവ് മിറർ ഉണ്ട്. എങ്ങനെയാണ് കോൺകേവ് മിറർ? ഇതാണ് കോൺകേവ് മിറർ. അപ്പോൾ ഇതിന്റെ ചിത്രം പരസ്പരം തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ ലെൻസാണ് നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്നത്, ഇത് മിററാണ്. അത് പരസ്പരം തിരിഞ്ഞു പോകരുത്. ഇപ്പൊ ചിത്രം വരച്ചതിന് ഈ 2 കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് ലെൻസുകൾ, ലെൻസുകളെ എത്രയായി തിരിക്കാം, അതിന്റെ ചിത്രവും ഉൾപ്പെടെ എന്ത് ചെയ്യുക? വരച്ച് പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇനി പഠിക്കേണ്ടത് കോൺവെക്സ് ലെൻസിലൂടെയും കോൺകേവ് ലെൻസിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ പാതയ്ക്ക് ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും എന്നാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ എന്താണ്, ഒരു ഒന്നാമത്തെ ചിത്രത്തില് ഒരു കോൺവെക്സ് ലെൻസ് ആണ് വരച്ചിരിക്കുന്നത്. ആ കോൺവെക്സ് ലെൻസിലേക്ക് എന്ത് ചെയ്യുന്നു? 2 പ്രകാശരശ്മികളെ നമ്മൾ കടത്തിവിടുന്നു. ഇവിടെ പ്രകാശരശ്മി കടത്തിവിടാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? ലേസറുകളാണ്. നിങ്ങൾക്കറിയാം, ലേസറുകൾ എന്താണ്? ഒരു പ്രത്യേക പോയിന്റിലേക്ക് മാത്രം പ്രകാശത്തെ കടത്തിവിടുന്ന ഉപകരണമാണ് ലേസറുകൾ. അപ്പോൾ ലേസർ ഉപയോഗിച്ച് നമ്മൾ 2 പ്രകാശരശ്മികൾ ഇങ്ങോട്ട് കടത്തിവിടുന്നു, നമ്മൾ കോൺവെക്സിലോട്ട് കടത്തിവിടുന്നു. അപ്പൊ മാറ്റി നമുക്ക് നോക്കാം. അപ്പൊ കോൺവെക്സിലേക്ക് എന്ത് ചെയ്യുന്നു? പ്രകാശത്തെ കടത്തിവിടുന്നു. പ്രകാശം എന്ത് ചെയ്യുന്നു? 2 പ്രകാശരശ്മി കോൺവെക്സ് ലെൻസിലേക്ക് പോകുന്നു. അപ്പൊ നോക്കേണ്ട കാര്യം, ഇവിടെ പ്രകാശം സഞ്ചരിച്ച് എങ്ങനെയാണ്? വായുവിലൂടെയാണല്ലേ. വായുവിലൂടെ പ്രകാശം സഞ്ചരിച്ച് ഇവിടെ എത്തുന്നു. പക്ഷെ ലെൻസിലെത്തുമ്പോൾ എന്താണ്? അത് മറ്റൊരു മാധ്യമമല്ലേ? അത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച മറ്റൊരു മാധ്യമമാണ്. അപ്പൊ നമുക്ക് സ്വാഭാവികമായി അറിയാവുന്ന പഠിച്ച കാര്യമാണ്, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പാതയ്ക്ക് വ്യത്യാസം സംഭവിക്കും. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന വ്യത്യാസം എങ്ങനെയായിരിക്കും? അപ്പോൾ കോൺവെക്സിന്റെ കേസില് പ്രകാശം വായുവിൽ നിന്നും എന്താണ് എങ്ങോട്ട് കടന്നു? നമ്മുടെ ഗ്ലാസിലേക്ക് അല്ലെങ്കിൽ ലെൻസിലേക്ക് കടന്നു. കടന്നപ്പോൾ പ്രകാശമായ മാറ്റം ഇങ്ങനെയാണ് ഉണ്ടാകുന്ന മാറ്റം. എന്താണ്? കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശം അല്ലെങ്കിൽ പ്രകാശരശ്മികൾ പരസ്പരം അടുക്കുന്നു. പ്രകാശം എന്ത് ചെയ്യുന്നു? പരസ്പരം അടുക്കുകയും ഒരു പ്രത്യേക പോയിന്റില് കൂട്ടിമുട്ടുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് പ്രത്യേകത? കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശരശ്മികളെ പരസ്പരം കൂട്ടിമുട്ടുന്നു, അല്ലെങ്കിൽ പരസ്പരം അടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? അപവർത്തനം അഥവാ റിഫ്രാക്ഷൻ ആണ്. കാരണം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്നപ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യത്യാസമുണ്ടായി. അപ്പോൾ കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യുന്നു? പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. എന്ത് ചെയ്യുന്നു?
അടുപ്പിക്കുന്നു, അവയെ പരസ്പരം ചേർക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ നമുക്ക് കോൺകേവിന്റെ കേസിൽ, കോൺകേവ് ലെൻസിന്റെ കേസിലോട്ട് വരാം. കോൺകേവ് ലെൻസിൽ നിനക്ക് രണ്ട് പ്രകാശത്തിലേക്ക് കടത്തി വിടുന്നു. പ്രകാശരശ്മികള് കോൺകേവ് ലെൻസിലേക്ക് കടന്നു പോകുന്നു. നോക്കണം, ഇത്രയും ഭാഗത്ത് പ്രകാശം ധരിച്ചത് വായുവിലൂടെയാണ്. ഇനി നേരെ എങ്ങോട്ട് പോകുന്നു? ഗ്ലാസ്സിലേക്ക് കടക്കുന്നു. ഗ്ലാസ്സിൽ കടന്ന് എന്ത് ചെയ്യുന്നു? കടക്കുമ്പോൾ അത് മറ്റൊരു മാധ്യമമാണ്, അവിടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. അങ്ങനെ ഇവിടുത്തെ കേസിൽ നോക്കണം, പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. എന്ത് ചെയ്യുന്നു? പരസ്പരം അകറ്റുന്നതായി കാണാം. എന്ത് ചെയ്യുന്നു? അതിന്റെ പാതയ്ക്കുണ്ടായ വ്യത്യാസം എങ്ങനെയാണ്? രണ്ട് രശ്മികളെ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ടോ? ഇല്ല, അവയെ പരസ്പരം അകറ്റുന്നതായി കണ്ടു. അവ എന്ത് ചെയ്യുന്നു? അകറ്റുന്നു. എന്ത് ചെയ്യുന്നു? അപ്പോൾ കോൺകേവ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകാൻ എന്ത് ചെയ്യും? പ്രകാശത്തെ എന്ത് ചെയ്യുന്നു? അകറ്റുന്നു. അവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അപ്പോൾ കോൺവെക്സ് ലെൻസിലെയും കോൺകേവ് ലെൻസിലെയും പ്രകാശം എങ്ങനെ കടന്നു പോകുന്നു എന്നതിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. എങ്ങനെയൊക്കെയാണ്? കോൺവെക്സിലാകുമ്പോൾ പ്രകാശരശ്മിയെ പരസ്പരം അടുപ്പിക്കുന്നു. അവ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക പോയിന്റിൽ കൂട്ടിമുട്ടുന്നതിന് കാരണമാകുന്നു. ഇനി കോൺകേവിലാകുമ്പോൾ എങ്ങനെയാണത്? പ്രകാശരശ്മികൾ കടന്നു വരുന്നു, അത് അതിന്റെ പാതയ്ക്കുണ്ടായ വ്യതിയാനം എങ്ങനെയാണ്? അവ പരസ്പരം അകന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇതാണ് കോൺവെക്സ് ലെൻസിലെയും കോൺകേവ് ലെൻസിലെയും പ്രകാശത്തിന്റെ കടന്നുപോകൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച എന്തെല്ലാമാണ്? പ്രകാശത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയായ അപവർത്തനം അഥവാ റിഫ്രാക്ഷനെ പറ്റി പഠിച്ചു. റിഫ്രാക്ഷൻ എന്ന പ്രത്യേകത ഉപയോഗിക്കുന്ന വസ്തുവായ ലെൻസിനെ പറ്റി പഠിച്ചു. ലെൻസുകളെ രണ്ടായി തരംതിരിക്കാമെന്നും കോൺകേവ് ലെൻസ് എന്നും കോൺവെക്സ് ലെൻസ് എന്നും രണ്ടായി തരംതിരിക്കാമെന്ന് പഠിച്ചു. ഈ കോൺകേവ് ലെൻസിലൂടെയും കോൺവെക്സ് ലെൻസിലൂടെയും പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശരശ്മികളുണ്ടാവുന്ന മാറ്റത്തെ പറ്റി പഠിച്ചു. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ പ്രകാശത്തിന്റെ മൂന്നാമത്തെ പ്രത്യേകതയെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി.